നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. എന്തെങ്കിലും വാങ്ങാനുണ്ടോ? നീ എന്താ എങ്ങനെ ഇരിക്കുന്നു? ഇനി എത്ര പണക്കം കാണിച്ചാലും ശരി, അർച്ചനയും സച്ചിനും യാത്ര പോകുന്നു പറഞ്ഞ കാര്യത്തിൽ മറ്റൊരു ചിന്തയില്ല. വേണമെങ്കിൽ നീ മോളും പോക്കോ. ആതിര ഇവിടുന്ന പ്രശ്നമില്ല. ആ സന്ദീപ് എന്ന് പറയുന്ന എന്റെ കൺവെട്ടത്ത് ആതിര പോകുന്ന പോലെ എനിക്കിഷ്ടമല്ല. അപ്പോഴാ അവനോടൊപ്പം ഉല്ലാസയാത്രയ്ക്ക് പോകുന്നത്, അതും 2-3 ദിവസം. അല്ലെങ്കിൽ തന്നെ എന്നോടത് ചോദിക്കാൻ എങ്ങനെ ധൈര്യം വന്നെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. നിങ്ങളോട് ചോദിച്ച അനുവാദം കൊടുക്കുന്നു കരുതിയിട്ടല്ലേ ചോദിച്ചത്? ഇതിലിപ്പോ എല്ലാവർക്കും മനസ്സിലായ ഒരു കാര്യമുള്ളൂ. അനൂപേട്ടന്റെ സഹോദരിയും ഭാര്യയെയും അനൂപേട്ടന് വിശ്വാസമില്ല. സന്ദീപ് ആതിരയെ മാത്രമല്ലല്ലോ പോകുന്നത്, അർച്ചനയും സച്ചിയും ഉണ്ട്. പിന്നെ ഞാനും. ആതിരയെ ശ്രദ്ധിക്കാൻ ഇത്രയും ആളുകൾ പോരെ? അതെന്താ ആതിര അനൂപേട്ടന് അത്ര വിശ്വാസമില്ലേ? ഇതില് വിശ്വാസത്തിന്റെ കാര്യമല്ല, നമ്മളായിട്ട് എന്തിനാ അവർക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. നിശ്ചയം മുടങ്ങിയ ശേഷം അവളുടെ മൈൻഡൊന്നും പഴയതുപോലെ ആയിട്ടില്ല. അനുപേട്ട, ഈ ഒരു അവസ്ഥയിൽ യാത്ര പോകുന്നത് നല്ലതല്ലേ? അവക്കതൊരു ചേഞ്ച് ആവുകയും ചെയ്യും. ഈ വീട്ടിൽ കിടന്ന് അവള് ശ്വാസം മുട്ടും അനുപേട്ട. മാത്രമല്ല സച്ചി അർച്ചനെ അവസാനം എന്താ പറഞ്ഞെന്നറിയോ? അനുപേട്ടന് വിശ്വാസം ഇല്ലെങ്കിൽ പിന്നെ ഞാനും മോളും ചെല്ലണ്ടാന്ന്. എന്റെ ഭർത്താവ് അത്ര ബോറനാണെന്നാ ആ പറഞ്ഞതിനർത്ഥം. അവര് നമ്മുടെ വണ്ടിയൊക്കെ തിരികെ വാങ്ങി തന്നതല്ലേ അനുപേട്ട? അവരോടൊപ്പം നമ്മളെല്ലാവരും ചെല്ലാനും പറഞ്ഞു. അവർക്ക് അത്രയും ആഗ്രഹം ഉണ്ടായിരുന്നോണ്ടല്ലേ അവര് വിളിച്ചത്. അനുപേട്ടൻ ധൈര്യമായിട്ടിരിക്കെ. ആതിരയെ ഞാനും അർച്ചനയും നോക്കിക്കോളാം. എത്ര കാലമായി ഞാനും മോളെ എവിടെയെങ്കിലും പോയിട്ട്? അവളുടെ കൂടെ പഠിക്കുന്ന പിള്ളേരൊക്കെ വെക്കേഷൻ ടൂറെന്നും പറഞ്ഞ് അവിടെ എവിടെയും പോയിരിക്കോ. നമ്മുടെ ബുദ്ധിമുട്ട് അറിയാവുന്നോണ്ടാവും അവള് നമ്മളോട് എവിടെയും പോണോന്ന് പറയാത്തത്. എല്ലാ പിള്ളേരെയും പോലെ അവൾക്കും ആഗ്രഹം ഉണ്ടാവില്ല അനുപേട്ട. ഞങ്ങള് വേറെ ആരും എവിടെ കൊണ്ടുപോവാനാ? അതുകൊണ്ട് ഈ കാരണം പറഞ്ഞ അനുപേട്ട ഞങ്ങളെ വിടാതിരിക്കരുത്. അനുപേട്ട, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. എവിടേക്കാ നമ്മൾ ടൂർ പോകുന്നേ? സച്ചിങ്ങള് പറഞ്ഞല്ലോ എവിടേക്കാ പോകുന്നെന്ന്. അവരൊക്കെയാ മോളെ പോകുന്നത്, നമ്മളൊന്നും അല്ല. അതെന്താ നമ്മളെ കൊണ്ടുപോകത്തെ? നിന്റെ അച്ഛന്റെ പേര് അനൂപ് എന്നായതുകൊണ്ട്. നിന്റെ അച്ഛന് നമ്മൾ ആരെയും വിശ്വാസമില്ല. എങ്കിൽ നല്ലൊരു വെക്കേഷനായിട്ട് നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുപോവോ? അതുമില്ല. അവണി 2 ദിവസം കഴിയട്ടെ, മോളച്ഛൻ ബീച്ചിൽ കൊണ്ടുപോകും. അയ്യേ, ബീച്ച്? ഈ പറയുന്ന ബീച്ച് ഇവള് 2 വയസ്സ് മുതൽ കാണാൻ തുടങ്ങിയതാ. നീ പോയി കുളിച്ചിട്ട് വാ, എന്നിട്ട് വല്ലതും വന്ന് കഴിക്കാൻ നോക്ക. എണീക്ക്. വെറുതെ നടക്കാത്ത കാര്യത്തിന് സമയം കളയണ്ട. എണീറ്റ് വാ, എണീക്ക്. അച്ഛാ, ഞങ്ങളെയും കൂടെ വിട അച്ഛാ. അച്ഛൻ്റെ കൂടെ പോയാൽ നല്ല രസമായിരിക്കും. വിടണേ പ്ലീസ് അച്ഛാ. എന്നെ പറഞ്ഞ അച്ഛനല്ലേ, സമ്മതിക്ക് പ്ലീസ് അച്ഛാ. നീ മോളെ കരയിക്കണ്ട. എന്താന്ന് വെച്ചാ ചെയ്യ്. ടൂറെങ്കിൽ ടൂറ്. ആതിര നീയും മോളും കൂടെ പൊക്കോ. ഞാൻ പോയി സച്ചിങ്ങളോടും എല്ലാരോടും പറഞ്ഞിട്ട് വരാവേ. മോളെ, ഇതും കൂടെ കൊണ്ടു. എന്തിനാ ഇതൊക്കെ? അവിടെ ഇല്ലാത്ത എന്താ ഉള്ളേ? അതറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല മോളെ, കമലയുടെ ഒരു സമാധാനത്തിന് തരുന്നതാ. മോള് വാങ്ങിച്ചോ? എന്നാ ഞാൻ പോയിട്ട് വരാവേ. ശരി, പോയിട്ട് വരാം.
അച്ഛനെന്താ ഒരു വിഷമം പോലെ? ആ അത് ഞാൻ പറയാം. ചേച്ചി വന്നിട്ട് പോകുന്നതിന്റെയാ. സാധാരണ നിങ്ങൾ പോയി കഴിഞ്ഞിട്ടാ, ഇന്ന് നേരത്തെ ആയി പോയി. നീ പോടി പെണ്ണേ. എനിക്ക് മാത്രമല്ല, എല്ലാ അച്ഛന്മാർക്കും ഉള്ള വിഷമമാ. അതിന് ഞാൻ ദൂരെയൊന്നും അല്ലല്ലോ പോകുന്നേ. എന്തെങ്കിലും ആവശ്യം വന്നാ ഫോൺ എടുത്തൊരു വിളി വിളിച്ചാ പോരെ? ഞാനിങ്ങ് ഓടി വരില്ലേ മാഷേ. അച്ഛൻ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ഞാൻ അവിടെ ചെന്ന ഉടനെ വിളിക്കാം. അമ്മേ പോയിട്ട് വരാം. അർച്ചന, താൻ വേണേ ഇന്നിവിടെ നിന്നോ. അച്ഛനെ വിഷമിപ്പിച്ച് രാത്രി ഇറങ്ങണ്ട. ഇത് ഞാൻ സച്ചിനോട് ചോദിക്കാൻ വരായിരുന്നു. അച്ഛാ, അർച്ചന ഇന്നിവിടെ നിൽക്കട്ടെ. നാളെ സമയം കിട്ടുന്ന പോലെ അങ്ങ് വരട്ടെ. എന്നാ പിന്നെ സച്ചിമോനോടെ നിന്നൂടെ? രണ്ടുപേർക്കൂടെ നാളെ പോവാം. അയ്യോ, അത് പറ്റില്ല അച്ഛാ. ഇവിടെ നിന്നാ നാളത്തെ എൻ്റെ ഓഫീസിൽ പോക്ക് മുടങ്ങും. ദാ നാളെ അമ്പലത്തിൽ കൊണ്ടുപോകാനുള്ള പൂജാ സാധനങ്ങള്. നിങ്ങൾ പോകാൻ ഇറങ്ങിയോ? ഞാൻ പോകുന്നില്ല, സച്ചേട്ടൻ പോവാന്ന്. എന്നാ പിന്നെ സച്ചിക്ക് നാളെ പോയാ പോരെ? ശ്ശേ, നേരത്തെ കയറി നാളെ ഓഫീസിൽ പോകണമെന്ന് പറഞ്ഞും പോയല്ലോ. ഇനിയിപ്പോ അർച്ചനയോടൊപ്പം ഇവിടെ നിൽക്കാം. നാളെ പോകാന്ന് സമ്മതിച്ചേക്കാം. നാളെ പോയാ പോരെ സച്ചി? സച്ചി പോട്ടെ മോളെ. ആ നാളെ ഓഫീസിലൊക്കെ പോകാനുള്ളതാ. ആ അങ്ങനെയാണെങ്കി വേണ്ട. ആ, എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ആ. ഉം. ശരി അച്ഛാ. ഷോ, നാളെ പോയാ പോരെന്ന് ആരെങ്കിലും ഒന്ന് ചോദിച്ചിരുന്നെങ്കിൽ ഈശ്വര. അളിയാ, എന്താ എന്താ അനുവേട്ടാ? ഈ രാത്രി ഇനി പോണോ? നാളെ പോയാ പോരെ? അതല്ല അനൂപേ, സച്ചിക്ക് നാളെ മതി. നാളെ കുറച്ച് നേരത്തെ എണീറ്റ് വീട്ടിൽ പോയി ഓഫീസിൽ പോകണമെന്നല്ലേ ഉള്ളൂ. അങ്ങനെ ചെയ്യാം. ഓ, അങ്ങനെ ചെയ്യാല്ലേ? അങ്ങനെ തന്നെ ചെയ്യാം. അതാ അതിന്റെ ഒരു ശരി. നാളെ ഞങ്ങൾ എല്ലാവരും ഒരു വഴിപാട് നടത്താൻ വേണ്ടി അമ്പലത്തിൽ പോകുന്നുണ്ട്. എനിക്ക് നാളെ കോളേജിൽ പോയി സർട്ടിഫിക്കറ്റ് വാങ്ങണം. നീ കോളേജിൽ പോയിട്ട് അങ്ങോട്ട് വന്നാ മതി. ആ ആ ആ, ഇനി എല്ലാവർക്കും എന്തെങ്കിലും കഴിക്കാം. ആ കമലേ, ഭക്ഷണം എടുത്തു വെക്ക്. വാ. വാ മേരെ. ആ, ആ അതെ, നീ തന്നെ. പിന്നെ ഭക്ഷണം കഴിക്കാം. അതാ അതിന്റെ ഒരു ശരി. വാ വാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.